പേടിയുണ്ട് ഞങ്ങൾക്ക്, പിന്നെ പേടിയില്ലായിരിക്കും. പുലി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പേടിക്കാതിരിക്കുന്നത്. ആടിനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടല്ല തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അതെല്ലാരും കൂടി പിടിച്ച് പിന്നെ കാലും കൈയും മറ്റേ കയറ് വെച്ച് കെട്ടിയതാ. എന്നായിരുന്നത് ഇതല്ല, മരിച്ചിട്ടില്ല. ആവശ്യത ഇത് എടുത്ത് ചാടി മറ്റേ മേത്തേക്ക് ചാടി. അന്നേരം പുള്ളിയുടെ കയ്യിലാണോ തോക്കെന്ന് എനിക്കറിയത്തില്ല. 2 വെടി പൊട്ടുന്ന സൗണ്ടും കേട്ടു. അപ്പോൾ റീഡിങ് എടുക്കാൻ വേണ്ടി അവർ ഈ കെട്ടിടത്തിലേക്ക്, ഇതിൻ്റെ അടുത്തുള്ള കെട്ടിടത്തിലേക്ക് പോയതാ. അന്നേരമാണ് ഈ തൊട്ട് ബേക്കിൽ കാട്ടിൽ പുലി നിൽക്കുന്നതായിട്ട് ഇവർ കാണുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഇതിനെ പിടിച്ചു, കൈയും കാലും എറി പിടിച്ചു, പിന്നെ മാന്താതെ പിടിച്ചു വെച്ച്. അന്നേരം എൻ്റെ കൈ കാലും ഞങ്ങൾ കെട്ടി മറ്റേ തോർത്തും ഇത്. പിന്നെ പരിക്ക് പറ്റിയ ആളെ അന്നേരം വണ്ടിക്ക് ആശുപത്രി കൊണ്ടുപോയി. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥനെ പുലി കടിച്ച സ്പോട്ടില് എല്ലാവരും കൂടി പുലിയുടെ മേലെ വീഴുകയും ചെയ്ത്. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല. പിന്നെ റേഞ്ചർ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ അത് പരിക്ക് പറ്റിയിട്ട് തീറ്റ തന്നാതെ അവശ നിലയിൽ ആയിരുന്നുണ്ടായിരുന്നത്. ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ വന്യമൃഗങ്ങൾ വന്ന് ഏറ്റവും കൂടുതൽ കൂടുന്നത്. ആണല്ലേ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പാലത്തുംകടവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അയ്യങ്കുന്ന് പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണിത്. നമുക്കറിയാം, പാലത്തുംകടവ് നമ്മൾ ഇതിനു മുന്നേ നിരവധി തവണ നമ്മൾ ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വന്യജീവികളുടെ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു മാസം മുന്നെയാണ് പാലത്തുംകടവിൽ നിന്ന് കുറച്ച് ദൂരം മാത്രം മാറിയിട്ടുള്ള വരാപ്പോൾ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കടുവ ഒറ്റ തൊഴുത്തിലെ 4 പശുക്കളെ കൊന്നൊരു സംഭവമൊക്കെ ഉണ്ടായത്. ആ ഒരു കടുവയെ പിന്നീട് കൂട് വെച്ച് കുടിക്കുകയും ചെയ്തു. അവിടുന്ന് തന്നെ ഒരു 1-1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശമാണ് പാലത്തുംകടവ് എന്ന് പറയുന്ന പ്രദേശം. ഈ പാലത്തുംകടവിൽ നമ്മൾ 4-5 വീഡിയോസെങ്കിലും നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയും നിരന്തരമായിട്ട് പുലിയുടെ ശല്യം നമ്മൾ കുറേ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല വീടുകളിൽ നിന്നും വളർത്തു നായ്ക്കളെ നഷ്ടമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെ പുലിശല്യം വളരെ ഭീകരമായിട്ട് ഇവിടെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ 25-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് ഈ ഒരു പ്രദേശത്ത് ഒരു പുലിയെ കാണുന്ന സാഹചര്യം ഉണ്ടായി. പാലത്തുംകടവ് പ്രദേശത്ത് വെച്ച്, അതായത് വൈകിട്ട് ഒരു 5 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം കാണുന്നത്. ആ ഒരു പുലിയെ കാണുന്നത് ഇവിടെയുള്ള KCB ഉദ്യോഗസ്ഥരാണ്. ഇവിടെ സോളാർ വൈദ്യുതി പദ്ധതിയുണ്ട്. ആ ഒരു പ്രദേശത്ത് വെച്ചാണ്, അതായത് ഈ സോളാർ പാനലുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഉദ്യോഗസ്ഥർ പുലിയെ കാണുന്നതും. അവർ പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും മെമ്പറിനെയും ഒക്കെ അറിയിച്ചതിന് പ്രകാരം അവരൊക്കെ ഇവിടെ സ്ഥലത്തെത്തിക്കുകയും പുലിയെ അവർ പിടികൂടുകയും ചെയ്തു. ഏതായാലും പുലി ചത്തുപോയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തന്നെ പുലി ചത്തുപോയി. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് കണ്ട് കേട്ട് അവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് പ്രവീൺ. ഇവിടെ KCB-യിലാണ് ജോലി. KCB-യിൽ ചെയ്യുന്നത്. ആദ്യം കണ്ടത് ചേട്ടനാണ്? ആദ്യം കണ്ടത് ഞാനാണ്. എത്ര മണിയായപ്പോൾ? ഒരു 4:45 നമ്മൾ എപ്പോഴും ഡെയിലി റീഡിങ് എടുക്കാൻ പോകുന്നതാ. ആ ടൈമാണ് കണ്ടത്. ചെറിയൊരു അനക്കം കണ്ടിട്ട് നോക്കിയതാ. ആദ്യം അത് എന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോകുന്നത് പുലിയാന്ന് മനസ്സിലായി. അപ്പൊ അതിനൊരു ബാക്കില് കാലിനൊരു പരിക്ക് പറ്റിയ പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ എന്നിട്ട് വേറൊരു സ്റ്റാഫ് ഉണ്ട് നമ്മുടെ അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ അവനെ വിളിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് നമ്മൾ പിന്നെ താഴെ ഓഫീസെല്ലാം വിളിച്ച് ഫോറസ്റ്റുകാരെ വിളിക്കുകയാണ് ചെയ്ത്. എന്നിട്ട് ഫോറസ്റ്റുകാരപ്പോഴത്തേക്ക് വന്നേ? ഫോറസ്റ്റുകാർ പെട്ടെന്ന് തന്നെ വന്നേ. ആണല്ലേ. പുലി അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മള് പുലിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു. നിങ്ങൾ ഓടി മറ്റേ ഇതിന്റെ പുറത്ത് സോളാറിന്റെ മുകളിൽ കയറിയിട്ട്, സോളാറിന്റെ മുകളിൽ പെട്ടെന്ന് കയറാൻ പറ്റല്ലോ പുലിക്ക്. അങ്ങനെ ഒരു വിശ്വാസം. കയറാൻ പറ്റുമോ അറിയില്ല. അപ്പൊ അതൊരു ധൈര്യത്തിൽ അവിടെ നിന്നു. പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചു പോയിക്കാണ്. പെട്ടെന്ന് കണ്ടപ്പോ ഒരു പേടി. ഇതിന് മുന്നേ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇവിടെ എവിടെയും പുലിനെ കണ്ടിട്ടില്ല. നമ്മളെ ഇവിടുന്ന് ആദ്യമായിട്ടാ പുലി. എന്നിട്ട് പിന്നെ അവര് വന്നിട്ട് സെർച്ചിങ്ങിന് പോയില്ലേ? അവര് വന്നിട്ട് സെർച്ചിങ്. അവര് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പുലി അതിന് കാലിന് പരിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ പുലി ഉണ്ടായിരുന്നു. അപ്പൊ അവരത് ആദ്യം കണ്ടിട്ടില്ല. പിന്നെ ഫോറസ്റ്റുകാരെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെ കൈക്ക് അവര് പുലി മാന്തി. പുലി ചാടി. ചാടി കടിച്ചപ്പോഴാണ് അവര് എല്ലാരും കൂടി പിടിച്ചത്. വെടിവെച്ച സൗണ്ട് ഉണ്ടായിരുന്നു. അത് പുലിക്ക് കൊണ്ടായിട്ട് ബ്ലീഡിംഗ് ഒന്നും, പുലിന്റെ ബ്ലീഡിംഗ് ഒന്നും കണ്ടില്ല. പക്ഷെ സൗണ്ട് വെടിവെച്ചിന്. ആണല്ലേ. അതിനുശേഷം എത്ര മണിയായപ്പോൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ പുലിയെ ഇവിടുന്ന് കൊണ്ടുപോയത്? 10 മണിയായിന്. 9:45, 9:30 കഴിഞ്ഞ് അവിടുന്ന് പുലിനെ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ എല്ലാരും കൂടെ കൂടി ഇതിനെ പിടിക്കുമായിരുന്നു. എല്ലാരും കൂടി ആ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥനെ പുലി കടിച്ച സ്പോട്ടില് എല്ലാവരും കൂടി പുലിയുടെ മേലെ വീഴുകയും ചെയ്ത്. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്നും ആയിരിക്കില്ല. ചെറിയൊരു പരിക്കേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാരും പിടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ബ്ലീഡിങ് ഇതുണ്ടാവുമല്ലോ. നിങ്ങൾ പിന്നെ പിടിച്ച് കെട്ടിയതിനു ശേഷം പിന്നെ അനക്കം ഉണ്ടായിരുന്നില്ലേ? അതെല്ലാരും കൂടി പിടിച്ച് പിന്നെ കാലും കൈയും മറ്റേ കയറ് വെച്ച് കെട്ടിയതാ. എന്നായിരുന്നത് ഇതല്ല, മരിച്ചിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല. ആവശ്യതയിലായിരുന്നല്ലേ? ആവശ്യതയില്ല. ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറെ ഫുള്ള് ക്ഷീണിച്ചും പിടിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ നേരെ അത് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊരു ധൈര്യം വന്നിന്. ഇല്ലെങ്കിൽ എന്റെ നേരെ വന്നിട്ട് ഞാൻ ഓടൂലേ. ഒന്നും ചെയ്യാത്തോണ്ടാണ് എനിക്ക് നല്ല ഇതുണ്ട്, ക്ഷീണം തോന്നിയോണ്ടാണ് ഞാൻ അവിടെ നിന്നത്.
ഈ കാണുന്നത് പാലത്തിൻകടവ് കച്ചേരി, ഈ കാണുന്ന പാലത്തിൻകടവ് കച്ചേരിക്കടവ് റോഡാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു റോഡിൻ്റെ ഇരുവശവും നമുക്കിങ്ങനെ സോളാർ പാനലുകൾ കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ നിരന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് സോളാർ പാനലുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം. ഇവിടുന്ന് ഈ ഒരു വഴിക്കാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെയുള്ള ഒരു കല്ലിട്ട റോട്ടിൽ കൂടെ ഏകദേശം നമ്മൾ ഒരു കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചാലേ ആ ഒരു സംഭവം നടന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഏതായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു വഴിക്കാണെങ്കിലും എല്ലാ സൈഡിലും ഇതേപോലെ സോളാർ പാനലുകൾ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു സോളാർ പദ്ധതി പ്രദേശത്താണ് നിൽക്കുന്നത്. ചേട്ടാ, ഇത് ശരിക്കും വരാപ്പോൾ സോളാർ പദ്ധതി? വരാപ്പോൾ സോളാർ പദ്ധതിയാണിത്. അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജയ്സൺ. ഈ സ്ഥലം പാലത്തിൻകടവ് അല്ലേ? പാലത്തിൻകടവ്. ഇന്നലെ വൈകിട്ട് എത്ര മണിയായപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഒരു 5 മണിക്ക് ശേഷമാണ് ഈ വിവരം അറിയുന്നത്. ഇത് സോളാറിൻ്റെ മറ്റേ കെട്ടിടത്തിലെ റീഡിംഗ് എടുക്കലുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം. അപ്പോൾ ആ റീഡിംഗ് എടുക്കാൻ വേണ്ടി അവർ ഈ കെട്ടിടത്തിലേക്ക്, ഇതിൻ്റെ അടുത്തുള്ള കെട്ടിടത്തിലേക്ക് പോയതാണ്. അന്നേരമാണ് ഈ തൊട്ട് ബേക്കിൽ കാട്ടിൽ പുലി നിൽക്കുന്നതായിട്ട് ഇവർ കാണുന്നത്. അപ്പം അവർ അന്നേരം ഈ സോളാറിൻ്റെ മണ്ടയ്ക്ക് ചാടി കയറി. ഇതിന് മണ്ടയ്ക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. എന്നിട്ട് അത് അന്നേരം ഇവരുടെ കൂടെയുള്ള ആളെ വിളിച്ചു. എന്നിട്ട് മറ്റേ കേസ് ഇവിടെ ഇവിടുത്തെ ഉള്ള എയിനെ വിളിച്ചു. മെമ്പറെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ ഉടനെ മെമ്പർ ഫോറസ്റ്റുകാരെ അങ്ങനെ വിളിച്ച് പറഞ്ഞേച്ചാൽ അവർ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കി സോളാറിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇരിക്കുമായിരുന്നു. അവർ മാറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. അപ്പം അത് പോയിട്ടില്ല എന്ന് അവർ ഉറപ്പ് പറഞ്ഞു. പിന്നെ ഫോറസ്റ്റുകാർ വന്ന്, അവർ 3-4 പേരുണ്ടായിരുന്നു. അവർ വന്ന് ഇത് എവിടെയാണെന്ന് ഞങ്ങളിങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ കയറി തപ്പി അങ്ങോട്ട് കയറിയതാണ്. കയറിയപ്പോൾ ഇത് തൊട്ട് മുകളിലത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇത് കിടപ്പുണ്ടായിരുന്നു. അവശനിലയായിരുന്നു. ഇത് കാണാതെ അടുത്ത് ചെന്ന അവശനിലയായിരുന്നു. അടുത്ത് ചെന്ന ആളുടെ നേരെ ഇത് എടുത്ത് ചാടി ഇവൻ്റെ മേത്തേക്ക് ചാടി. അന്നേരം പുള്ളിയുടെ കയ്യിലാണോ തോക്കെന്ന് എനിക്കറിയത്തില്ല. 2 വെടി പൊട്ടുന്ന സൗണ്ടും കേട്ടു. അന്നേരത്തിന് ഇവൻ്റെ മേത്തേക്ക് ഇവനെ പിടിച്ചു വെച്ച് ഓടിച്ചെന്നോ? അന്നേരത്തിന് പോർഷ് ഓടിച്ചെന്ന് കയറി പിടിച്ചു. അന്നേരത്തിന് ഞങ്ങളെയും വിളിച്ച് ഞങ്ങൾ കയറിച്ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇതിനെ പിടിച്ചു, കൈയും കാലും കയറി പിടിച്ചു. പിന്നെ മാന്താതെ പിടിച്ചു വെച്ച് അന്നേരം എൻ്റെ കൈ കാലും ഞങ്ങൾ കെട്ടി മറ്റേ തോർത്തും ഇത് ഇട്ടിട്ട് പിന്നെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ പരിക്ക് പറ്റിയ ആളെ അന്നേരം വണ്ടിക്ക് ആശുപത്രി കൊണ്ടുപോയി. ആർക്കാ പരിക്ക് പറ്റിയ? അപ്പം ആ ഒരു പോർഷ്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പുള്ളിയുടെ കൈക്കും കണ്ട് നാഗം കൊണ്ടിട്ട് മുറിവുണ്ടായിരുന്നു, ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അന്നേരം പുള്ളി ആശുപത്രി കൊണ്ടുപോയി. അതിനുശേഷം ഇതിനെ മെല്ലെ അന്നേരം പിന്നെ അതിന് എന്തോ ഒരു മയക്കത്തിലേക്ക് പോയ പോലെയായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാം മാറി. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നോക്കുമ്പോൾ പിന്നെ അനക്കമില്ലെന്നായി. അതെന്നാ പിന്നെ റേഞ്ചർ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പരിക്ക് പറ്റിയിട്ട് തീറ്റ തന്നെയാതെ അവശ നിലയിൽ ആയിരുന്നുണ്ടായിരുന്നത്. പക്ഷെ പറഞ്ഞാൽ കയ്യിൽ മുറിവ്, കാലിൽ മുറിവ്, ഇവിടെയൊക്കെ കുറേ നീര് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്ന് അതിൻ്റെ ബാക്കി മേൽനടപടി സ്വീകരിച്ച് അവരതിനെ കൊണ്ടുപോയി. എത്ര മണിയായപ്പോഴത്തേക്കും? ഒരു 9 മണി ആകുമ്പോഴത്തേനും കൊണ്ടുപോയി. വെടി കൊണ്ടതായിട്ടൊന്നുമില്ല. അത് വെടി ഉള്ളതാണോ എന്ന് നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല. അത് ഈ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ വന്നേ വെടി കൊണ്ട് എത്തുമെന്നും പറഞ്ഞ രീതിയിൽ വെടി കൊണ്ടതായിട്ടൊന്നുമല്ല. അത് മറ്റേ പേടിപ്പിച്ച് ഓടിക്കുന്ന ഇതായിരിക്കും എന്നാണ് നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല. ഇങ്ങനെ വരുന്നുണ്ട് മുകളിലേക്ക് വെടി വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അത് സൗണ്ട് കേട്ടു. വെടി പൊട്ടിയായിരുന്നു. വെടി സൗണ്ട് ഇതിനെ ആക്രമിച്ചല്ലോ. ആളെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തായിരിക്കും. അല്ലാതെ ഒരു കാര്യങ്ങളൊന്നും അതിൻ്റെ മേത്തൊന്നും സംഭവമൊന്നും ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ആരും അങ്ങോട്ട് അടുപ്പിച്ചില്ല. നമ്മളെ ഇതിനെ കാണാൻ ലാസ്റ്റ് പോകാൻ നേരം ഞങ്ങളെ വഴിയിൽ വെച്ചിട്ട് കാണിച്ചു മൊത്തം ഇതിനെ ഇട്ടിട്ട്. പിന്നെ പരിക്കായിരുന്നു. കാരണം വെച്ചാൽ കയ്യിൽ പരിക്കുണ്ടായിരുന്നു, കുറേ പഴകിയ പരിക്ക്. കാലയിൽ ഇതുണ്ടായിരുന്നു, മറ്റേ ശരിക്കും കാല് നിലത്ത് കുതത്തില്ലാത്ത രീതിയിൽ. പിന്നെ ഈ ഒരു വശത്ത് കുറേ നീര് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് പരിക്കായിരുന്നു. അത് അവശതയായിരുന്നു. തീറ്റയൊക്കെ തിന്നിട്ട് കുറേ കാലമായ ഒരു മൃഗമായിരുന്നു അത്. തീറ്റ തിന്നിട്ട് ഇര തേടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഇര തേടാൻ പറ്റാത്ത സാധനമായതുകൊണ്ട് മനുഷ്യരെല്ലാം അടുത്ത് കിട്ടിയാൽ പിടിക്കുകയും ചെയ്യും. വിശന്ന് കിടക്കുന്ന സാധനമല്ലേ.
അതിനാളും പ്രത്യേകിച്ച് പരിക്കൊന്നും ഉണ്ടായില്ല. പുള്ളിയുടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് സാരമില്ല. അത് മറ്റേ വാക്സിനേഷൻ എടുക്കണമല്ലോ ഈ ഇതായതുകൊണ്ട്. അതുകൊണ്ട് അത് ആ സ്ത്രീ അങ്ങ് കൊണ്ടുപോയി കണ്ണൂർക്കെ കൊണ്ടുപോയേക്കുന്നത്. ഇതിന്റെ തൊട്ട് പുറകിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇന്നലെ റീഡിങ് എടുക്കാൻ വന്നല്ലേ, ഇതിൻ്റെ സോളാറിൻ്റെ റീഡിങ് എടുക്കാനായിട്ട് ഇവിടെ വന്ന സമയത്താണ് ഈ ഒരു പുലിയെ പെട്ടെന്ന് ഇവരുടെ മുമ്പിൽ പെടുമായിരുന്നു. ഇതിൻ്റെ തൊട്ട് പുറകിലായിരുന്നു ഒരു സംഭവം നടന്നത് കേട്ടോ. ആ സ്ഥലം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമോ? സ്ഥലം ഇതിൻ്റെ കാടാണ്. അവിടെയാണ് ഇവരെ ഇവിടുന്ന് ആദ്യം കാണുന്നത്. ഈ മരത്തിൻ്റെ ഈ മരത്തിൻ്റെ ഇപ്പുറം. ഓഹോ, ആ മരത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ കയറി സോളാറിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നു. ഇത് പോകുന്നുണ്ടോ എന്ന് നോക്കി. ഒരു നേരം സോളാറിൻ്റെ മണ്ടയ്ക്ക് കയറി അല്ലേ? ഈ സാധനം ഇവിടെ ഉണ്ടല്ലോ. അതെ അതെ അതെ, പേടിച്ചിട്ട് കയറിയായിരിക്കും അല്ലേ? പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുമല്ലോ, ഇത്ര വലുതല്ലേ. പക്ഷേ പരിക്കുണ്ടെന്നുള്ള പിന്നെ അവർ അന്നേരം പറഞ്ഞായിരുന്നു പരിക്ക് ഉണ്ട്, അത് നടക്കുമ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളതെന്ന്. ഇത് ശരിക്കും ഫോറസ്റ്റ് വല്ലതാണോ? അല്ല, ഇത് KSEB ഈ ബാരാപ്പോൾ കനാലിന് വേണ്ടി എടുത്ത സ്ഥലം അല്ലേ? അതിങ്ങനെ മൊത്തം പോർഷ് കാട് പിടിച്ച് കിടക്കുക. ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ വന്യമൃഗങ്ങൾ വന്ന് ഏറ്റവും കൂടുതൽ കൂടുന്നത്. ആണല്ലേ? ഇവിടെയൊക്കെ പുല്ല് മാറി കിടക്കുന്നൊക്കെയാണ്. ഇവിടെയൊക്കെ ആളുകൾ കയറിയിട്ടുണ്ട്. ഇവിടെ തന്നെയല്ലേ സംഭവം? ഇത് ആക്രമിക്കുമ്പോൾ അത് അവിടുന്ന് ഇങ്ങോട്ട് മാറി ഇവിടെയാണ് കിടന്നത്. ഈ മരത്തിന്റെ ചോട്ടിലല്ലേ? ഈ മരത്തിന്റെ ഈ വട്ടയുടെ ചോട്ടിലായിരുന്നു കിടന്നത്. ഈ വട്ടയുടെ ചോട്ടിൽ. അപ്പം അവര് ഇതിലെ വന്ന് ഇങ്ങോട്ട് കയറി. ആ പുള്ളി ഇതിലെ അവിടെയെല്ലാം നോക്കി ഇങ്ങോട്ട് അവിടെ ചെന്നപ്പം ആ കൊച്ചിയിൽ അവിടെ ചെന്നപ്പം ഈ സാധനം അവിടുന്ന് ഇവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്നതിന് അത് അതിന്റെ ചോട്ടിൽ നിന്ന് എടുത്ത് ചാടി മറ്റേ വക്കിട്ടോണ്ട് ചാടി പുള്ളി അടക്കം അവിടെ വീണു. അന്നേരമാണ് അടുത്ത് നിന്ന ആളാണോ വെടിവെച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഞങ്ങൾ അന്നേരം അപ്പുറമായിരുന്നു. ഞാൻ അവിടെ ബാക്കിയുള്ളവരെല്ലാം ആ തോട്ടിൽ വരുന്നു. ആ തോട്ടിൻ്റെ അവിടെ പോർഷുകാർ മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. രണ്ട് സൗണ്ട് കേട്ടു. അന്നേരത്തിനും പുള്ളിയെ വീണ്. അന്നേരം അവരും പറഞ്ഞു ഭയം വന്ന് പിടിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വന്ന് പിടിച്ചു. കൈയും കാലും പിടിച്ചിട്ട് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ചല്ല, ഇവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത് കേട്ടോ. ഈ വട്ടയുടെ ചുവട്ടിൽ ഇവിടെ ഈ അടുത്ത കാലത്തൊക്കെ ഒത്തിരി പുലിയുടെ ശല്യം ഭയങ്കരമായിട്ട്. പുലിയുടെ ശല്യം ഒരു മാസമായുള്ളൂ. ഇവിടെ അടുത്തൊരു 4 പശുവിനെ അത് കടുവ പിടിച്ചിട്ട്. പിന്നെ 10 ദിവസം ആവുന്നേ ഉള്ളൂ പുലി ഇവിടുത്തെ മെമ്പറുടെ തന്നെ വീട്ടിലെ പട്ടീനെ പിടിച്ചോണ്ട് പോയിട്ട്. പട്ടിയുടെ കുറേ പേരെ പട്ടി പോകും. അതിന് ഒരാഴ്ച മുമ്പാണ് അതിന്റെ മെമ്പറുടെ വീടിന്റെ തൊട്ടിപ്പുറത്തെ ഒരു വീട്ടിലെ പട്ടീനെ പിടിച്ചിട്ട് പോയി. പിന്നെ ഈ മലയ്ക്കൊന്ന് മിക്കവാറും ഒരു ഒത്തിരി പേരെ പോയിട്ടില്ലേ കുറെ പട്ടികളെ. ഇത് ഞാൻ തന്നെ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട്, പട്ടികളെ മൊത്തം പോവാണ്. പട്ടികളെല്ലാം പോയി കഴിയുമ്പം ഇത് മറ്റേ തിന്നാൻ വീട്ടിലും പട്ടി ഇല്ലല്ലേ? ഇല്ല, എല്ലാം ഇത് പിടിച്ചു, പുലി പിടിച്ചു. അതുകൊണ്ട് പട്ടി തീർന്നു കഴിയുമ്പോൾ മനുഷ്യനെ പിടിക്കുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം വെച്ചാൽ ഇതിന് തീറ്റ കിട്ടിയില്ലെങ്കിൽ. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ. എന്തായാലും ഇവിടെ വെച്ചാണ് കേട്ടോ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും പുലി ചത്തുപോയിരിക്കുകയാണ്. ഈ കാണുന്ന ബാരാപ്പോൾ പുഴ ഇതിൻ്റെ നടുഭാഗത്തായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ചെറിയ തോതിലൊക്കെ കാണാം അതിൻ്റെ കല്ലും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അപ്പുറത്തോട്ട് കർണാടക ഫോറസ്റ്റാണ്. ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏരിയ കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ലില്ലിക്കുട്ടി. ഇവിടെയല്ലേ വീട്? അതെ. ഇന്നലെ കണ്ടായിരുന്നോ നേരിട്ട്? നേരിട്ട് കണ്ടില്ല, കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾക്ക് കാണിക്കാൻ അവർ സമ്മതിച്ചില്ല. അല്ലേ? നിങ്ങളാണല്ലോ ഏറ്റവും അടുത്ത് ഇവിടെ വീടുള്ളത്? അതെ അതെ, ഞങ്ങളാ. ഇതിനു മുന്നേ ഇങ്ങനെ പുലിയെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വല്ല വളർത്തുമൃഗങ്ങളൊക്കെ പോയി? എന്റെ വളർത്തുമൃഗങ്ങളെ പണ്ട് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മലക്കായിരുന്നു താമസിച്ചിട്ടുണ്ട്, അന്നേരം പിടിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇപ്പൊ തൊട്ടടുത്ത് നിങ്ങൾ വീണ്ടും തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുക. എന്താ നിങ്ങൾ നടക്കുന്ന വഴികളൊക്കെ ആയിരിക്കും? അതെ, ഞങ്ങൾ അവിടെ വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് അതിന്റെ കുറച്ചിപ്പുറം വരെ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ പോകുമ്പോ പേടിയായിരിക്കും അല്ലേ? പേടിയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ പേടിയില്ലായിരിക്കും. പുലി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പേടിക്കാതിരിക്കുന്നത്.
ആടിനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടല്ല തീറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. KSE ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന കാര്യം കേട്ടു. അതുപോലെ തന്നെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. ഏതായാലും അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ഏകദേശം. ഇന്നലെ വൈകിട്ടാണ് KSE ഉദ്യോഗസ്ഥനാണ് ഈ ഒരു പുലിയെ കാണുന്നത്. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുലിയെ കാണുകയും പുലി അവരുടെ നേരെ ചാടുകയും ചെയ്തു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കും പറ്റിയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പുലിയെ ചാടി പിടിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ പുലിയെ പിടിച്ച് കൈയും കാലും ഒക്കെ കെട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നീട് പുലി ചത്തുപോവുകയായിരുന്നു. പക്ഷേ പുലിക്ക് നല്ല അവശതയുണ്ട്. പുലി കുറേ ദിവസങ്ങളെങ്കിലും ആയി ഭക്ഷണം കഴിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രദേശത്ത് വൻതോതിലായിരുന്നു പുലിയുടെ ശല്യം ഉണ്ടായിരുന്നു. മിക്ക വീടുകളിലെയും പട്ടികൾ മിസ്സാകുന്നുണ്ട്. പലരുടെയും പട്ടി പോകുന്നുണ്ട്, പലരും റിപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. കുറേ ആളുകൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ വാർത്തയാകുന്നുണ്ടായിരുന്നു. പക്ഷേ വൻതോതിൽ വളർത്തുനായകൾ ഇവിടെ മിസ്സാകുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലൊരു പുലി ഇപ്പോൾ ചത്തുപോയിരിക്കുകയാണ്. ആളുകളൊക്കെ പറയുമ്പോഴാണെങ്കിലും അവരുടെ മുഖത്തൊക്കെ വലിയൊരു ആശ്വാസമുണ്ട്. കാരണം അവർ കുറേ നാളുകളായിട്ട് വലിയ ഭീതിയിൽ തന്നെയാണ് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളൊക്കെ നിരന്തരമായിട്ട് പുലിയെ കാണുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കടുവയും കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.